രണ്ടും രണ്ടും 4, 4 2 6. മോളെ, മാമന്റെ ഷർട്ട് എവിടെ? അമ്മ അലക്കുന്നു. മാമന് കടങ്കഥ അറിയാവോ? ഇല്ലല്ലോ മോളെ. അയ്യേ, ഇത്ര വലിയ ആളായിട്ട് അറിഞ്ഞൂടെ? ശരി, മോള് ചോദിക്കേ, മാമൻ പറയാൻ നോക്കട്ടെ. നെറ്റില്ല, വട്ടയില്ല. എന്താ? എന്റെ തല. അയ്യേ, മാമൻ തോറ്റേ. പപ്പടം. അമ്മ കറമ്പി, മോള് വിളുമ്പി, മോളൊരു സുന്ദരി കോത. ചോണ എന്റെ പറ. അത് എന്റെ അമ്മ. എന്താ വാസു, കായൽ വിലയ്ക്ക് വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഗോപാലനെന്താ പതിവില്ലാതെ ഈ സമയത്ത് പാല് കൊടുക്കാനൊന്നും പോയില്ലേ? ഞാനൊരു കാര്യം പറയാനാ വന്നത്. വാസു സുമതിയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? വാസുവിന് സുമതിയെ കല്യാണം കഴിച്ചൂടെ? ഒരു കുട്ടി അവൾക്കുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിലും അവൾ നല്ലവളാണ്. ഒന്നുമില്ല മോളെ, കൂട്ടാന് എരിവ് കൂടുതലാ. എരിവ് കൂടിയ എല്ലാരും ചിരിക്കുകയോ ചെയ്യാ, കരയല്ലേ? മോള് ചോറുണ്ടോ? അതുകൊണ്ട് ഇതാണ് നമ്മുടെ വാട്ടുപുര. വേറെ നല്ല ബിസിനസ്സുകളുള്ളപ്പോൾ അച്ഛൻ ഇതിനെ കയറുപിരി നടത്തുന്നത്? മോനെ, ഇന്ന് നമുക്കുള്ള വമ്പിച്ച സ്വത്തിന്റെ അസ്ഥിവാരം ഈ തൊണ്ടും കയറുമാണ്. എന്നാലും ഒന്ന് പരിഷ്കരിച്ചുകൂടെ?
ഇടയ്ക്ക് നിന്നതുകൊണ്ട് കയറ് പൊട്ടിപ്പോയത്. അതാണ് നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലം. അവിടെ എന്റെ പുതിയ മെഷീൻ ഇട്ടിട്ടുണ്ട്. 57 പേര്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. യാത്രാക്ഷീണമായിരിക്കും. വാ. വാസു, വൈകുന്നേരം വീട് വരെന്ന് വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി മുതലാളി. ആ, ഇതാണ് എന്റെ മകൻ രമേശ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് വന്നേ ഉള്ളൂ. അമ്മേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വാസുവിനോട് വരാൻ പറഞ്ഞത്. എന്താ കാര്യം മുതലാളി? വാസു ഒറ്റയ്ക്കല്ലേ? നീ ആ സുമതിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവൾക്കൊരു സഹായമായിരിക്കും. വാസു എന്താ ഒന്നും മിണ്ടാത്തത്? പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട. എന്ത് സഹായം വേണമെന്ന് ഞാൻ ചെയ്തു തരാം. അത് ഞാൻ ആലോചിച്ച് പറയാം മുതലാളി. രമേഷ് പൊയ്ക്കോളൂ. ബിന്ദു രമേഷിന്റെ കുഞ്ഞു തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ കാണണ്ട. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ സ്മൃതി. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്നോട് അല്പമെങ്കിലും സഹതാപം കാണിച്ചുകൂടെ? രമേഷ് സഹതാപം അർഹിക്കുന്നില്ല. അന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് മധുരമായിരുന്നു. ചെയ്തതോ നിങ്ങൾക്ക് പിശാചിന്റെ മനസ്സാണ്. സുമതിയുടെ വാക്കുകൾ കുത്തിക്കയറുന്ന എന്റെ ഹൃദയത്തെയാണ്. ഹും, രമേശിന് ഹൃദയമുണ്ടോ? സുമതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തെറ്റെന്റേതാണല്ലോ. പക്ഷെ ഇനിയെങ്കിലും സുമതിയും കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണണമെന്ന് 7 കൊല്ലം വരെ തോന്നിയില്ലല്ലോ. സുമതി പ്ലീസ്. കോളേജിൽ പഠിച്ച് ഞാനിന്ന് ജീവിക്കാൻ കയറി വിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ബിന്ദുവിനെ നോക്കി ഞാൻ പൊട്ടിക്കരയാറുണ്ട്. രമേശിന് അറിയാമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഉപദ്രവിക്കാതെ പോകൂ, ദയവ് ചെയ്ത് പോകൂ. മുതലാളി എന്തിനാ വിളിപ്പിച്ചത്? ഒരു കല്യാണക്കാര്യം പറയാം. ആരുടെ? നിന്റെ. എന്റെയോ? അതെ. ആരുമായിട്ട്? അത് പറയാറായിട്ടില്ല. എന്തോ മോളി വന്നേ? എന്തിനാ? ആ, ഒരു കാര്യം പറയാനാ. ഇപ്പൊ പറയണ്ട. അയ്യോ എന്റെ പൊന്നാശാന്, ആ കാര്യം അങ്ങ് വീട്ട്. ആ വാസു മഹാപെശക. പേടിയാവുന്നു. പേടിയാ എനിക്കാ? അത് കൊള്ളാം. ദൈവം നമ്പറ എനിക്ക് 2 കാലം തന്നു. അതിന് നല്ല ആരോഗ്യമുണ്ട്. എന്തിനാണ്? ഓടാൻ അസലായിട്ട് ഓടും. ധർമ്മ, നീ കണ്ടോ? അവന്റെ കുടല് ഞാൻ എടുക്കും. ആശാന് കുടൽമാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തൽക്കാലം വല്ല ആടിന്റെയും കുടൽമാല. ഇന്ന മോളെ ചോക്ലേറ്റ്. എനിക്ക് വേണ്ട. എന്താ? വാസുവാൻ തന്നാലേ ഞാൻ വാങ്ങിക്കൂ. അപ്പോ ഞാൻ തന്നെ വാങ്ങിക്കില്ലല്ലേ?
മോൾ സ്കൂളിലേക്കല്ലേ? ഞാൻ കാറിക്കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം.